ഇയാൾ എന്തെന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? ഉറപ്പ് ഞാൻ ഇതിനകത്തുണ്ടെന്ന് ഹിറ്റ്ലറിന് മനസ്സിലായി. അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഓടിക്കില്ല. ഇങ്ങർക്ക് ഭ്രാന്തായത് തന്നെ. ഹിറ്റ്ലർ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ആളെ കൊല്ലാനുള്ള പോക്കാണോ? ആ അതെ, നിന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. എന്താ പേടിയുണ്ടോ? അല്ല, ഞാൻ ഇതിനകത്തുണ്ടെന്നാ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ അമ്മ ഇതിനകത്തിരുന്ന് കഥകളി നടത്തുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു ബാഡ് സ്മെൽ ഫീൽ ചെയ്താ. ഇപ്പോഴല്ലേ കൊള്ളത്തരം പിടികിട്ടിയത്. ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ കൊണ്ടുപോവാണല്ലേ? അയ്യോ പ്ലീസ് ഒന്ന് പതുക്കെ. ഓഹോ, അയ്യോ എനിക്ക് പേടിയാവുന്നു ഡീക്കെ. അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്നോ അമ്മേ. എന്തിനാ പേടി? എന്റെ കൂടെയുള്ള യാത്രയുടെ ത്രില്ല് നീ ഒന്ന് അനുഭവിക്കേ. കം ബേബി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കേറിക്കോളൂ. അയ്യോ വേണ്ടായേ ബേബി, പൊയ്ക്കോളൂ. വരുന്നോ? വേണമെങ്കിൽ ഞങ്ങളോണ്ട് വിടാം. കമോൺ ബേബി, എന്റെ വണ്ടി കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡാടാ, നിന്റെയൊക്കെ വണ്ടി കയറി തോളിച്ചാഞ്ഞ് കിടക്കാനേ വേറെ ആളെ നോക്ക്. എന്റെ നടു കളയാനേ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ എന്നെ ഏറ്റുകൊണ്ടേ ഇവിടുന്ന് പോകുന്ന നിങ്ങൾക്ക് വാശിയാണെങ്കിൽ നിന്റെയൊക്കെ എല്ലാവരും പോലീസുകാരെ ലാത്തി ഉണ്ടാക്കും. അത് വേണോ? അയ്യോ വേണ്ടായേ, ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. എന്തേ ഒറ്റയ്ക്ക് തിരിച്ചു പോന്നത്? ഡി.കെ നിന്നെ വഴിയിൽ ഇറക്കി വിട്ടു അല്ലേ? അമരാവതിയിലെ അമ്മായിയമ്മയുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു പാട്ട് കേട്ടിട്ടില്ലേ മായച്ചി? കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോന്ന്? അതിപ്പോ ആരാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ പറയില്ല. വേണമെങ്കിൽ ഞാൻ തൊട്ട് കാണിക്കാം. ഈ വീട് നിന്റെ കാൽ കീഴിലാക്കാമെന്ന് വിചാരിച്ചോന്നു. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്കതിന് കഴിയില്ലെന്ന്? ഞങ്ങളെ പറ്റി നീ എന്താണ് വിചാരിച്ചേ? എന്റെ അടുക്കളക്കാരി, എന്റെ വീട്ടിലെ തൂപ്പുകാരി, എന്റെ അലക്കുകാരി, ഇതാ നിനക്കൊക്കെ ഞാൻ തരുന്ന സ്ഥാനം. തൽക്കാലം ഡി.കെയുടെ ഭാര്യ ഞാൻ തന്നെയാണ്. എനിക്ക് വെഞ്ചാമരം വീശാനും പാദസേവ ചെയ്യാനും ഉള്ളവരാ നിങ്ങള്, എന്റെ മരുമക്കള്. ഹൗ ഡെയർ യു! നിർത്തടി. നീയൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെയാ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എത്രത്തോളം ഡെയറിംഗ് ആണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെയൊക്കെ നേരിടാനേ ഈ ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാനൊന്ന് മനസ്സ് വെച്ചോണ്ടല്ലോ പേടിച്ച് നിന്റെയൊക്കെ മുട്ടടിക്കും. നിന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ അതത്ര എളുപ്പമാണെന്ന് കരുതുന്നുണ്ടോ നീ? പിന്നെ എനിക്കത് വെരി ഈസിയാ. ഈശ്വരാ, എന്തെങ്കിലും പറഞ്ഞ് ഇവളുമാരെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ടി.കെക്കെതിരെയുള്ള തെളിവുകൾ നോക്കാനുള്ള സമയം കിട്ടില്ല. എന്താ ചെയ്യാ? നിനക്ക് എന്ത് ഫുഡാ വേണ്ടത്? വെരി ഗുഡ്. നല്ല അനുസരണയുള്ള മരുമക്കള്. മായച്ചി, തൽക്കാലം നമ്മൾ ഇവളുടെ ട്രാപ്പിൽ പെട്ടുപോയി, വേറെ വഴിയില്ല. പറയടി, നിനക്കെന്താ വേണ്ടത്? പറയാം. ഉണ്ണാൻ നല്ല കുത്തരി ചോറ് വേണം.
ചോറുണ്ണാൻ നല്ല നെയ്മീൻ കറിയും. അയ്യടാ. പിന്നെ സാമ്പാറ്, ചുട്ടരച്ച ചമ്മന്തി, അച്ചാറ്, ഇഞ്ചിക്കറി. ആ പിന്നെ 3 തരം പായസവും വേണം. ഈശ്വര, ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് തിന്നാനാണോ? നിന്റെ വയറ്റിൽ എന്താ വല്ല കൊക്കപ്പുഴുണ്ടോ? ഇതെല്ലാം കൂടെ വാരി വലിച്ചു തിന്നാൻ. എല്ലാം ഉണ്ടാക്കി തന്നാ നിനക്കൊക്കെ കൊള്ളാം. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാ ഞാനത് DKക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. DKക്കോ? അതെ. അതുകൊണ്ടേ ടേസ്റ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. എങ്ങനെയെങ്കിലും ആ മൊബൈൽ അടിച്ചു മാറ്റി വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അടിച്ചു മാറ്റുന്ന കാര്യം ഞാനേറ്റു. തൽക്കാലം നമുക്ക് അടുക്കളയിലേക്ക് പോവും. എന്ന് പിന്നെ നോക്കി നിൽക്കുന്ന എന്താ? പോയി തുടങ്ങിക്കോ. ചെല്ലേ. ആ നിക്ക് നിക്ക് നിക്ക്. വേണമെങ്കിൽ ഞാൻ ഒരു ഫേവർ ചെയ്യാം. എന്റെ ഒരു ഔദാര്യം. തൽക്കാലം ഇന്നെനിക്ക് ചപ്പാത്തിയും വറുത്തരച്ച നാടൻ കോഴിക്കറിയും മതി. ഊണി ഇനി ഒരിക്കലാവാം. നീ ജയിച്ചു. ഇതിനുള്ള തിരിച്ചടി നിനക്ക് പിന്നെ ഞങ്ങൾ തരും. നീ നോക്കിക്കോ. ചെല്ലുന്നേ വടി. ഇത് ബ്ലഡ് വീണതാണല്ലോ. ആ CBI പറഞ്ഞത് സത്യം തന്നെയാണോ? സുപ്രിയെ അയാൾ കൊന്നത് തന്നെയാണോ? ദേവന്റെ കല്യാണക്കാര്യം ഞാൻ വസുന്ധരാദേവി അറിയിച്ചിരുന്നു. അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ അമ്മ ഇങ്ങോട്ടെന്നെ അയച്ചത്. എന്താണാവോ കാര്യം? വസുന്ധരാദേവിക്ക് ദേവനോടുള്ള വാത്സല്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കല്യാണത്തിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ട്. ചേരാത്തത് തമ്മിലാണല്ലോ ഇപ്പൊ ഒരുമിച്ച് ചേർന്നത്. അത് തന്നെ എന്റെ സങ്കടം. അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു കാണാനാ എനിക്ക് ആഗ്രഹം. ദേവിക്കും അത് തന്നെ ആഗ്രഹം. അവരുടെ ഇടയിലുള്ള പിണക്കങ്ങൾ തീർക്കാനുള്ള ഒരവസരം ഇപ്പൊ കൈവന്നിട്ടുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാം ശുഭമായി അവസാനിക്കും. അടുത്ത ദിവസം ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. നാരീ പൂജ. സ്ത്രീയെ ദേവിയായി സങ്കല്പിച്ച് പൂജ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ചക്രത്താവിലൊക്കെ ആ പൂജ നടക്കുന്നതായി കേട്ടിട്ടുണ്ട്. ആശ്രമത്തിലും ആ പൂജ നടക്കുന്നുണ്ട്. ആ പൂജയിൽ ദേവനെയും ഭാര്യയും പങ്കെടുപ്പിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നാ അമ്മയ്ക്ക് ദർശനം കിട്ടിയത്. ആണോ? മൈ ലിറ്റിൽ കണ്ണ, നീ രക്ഷിച്ചു. നാരീപൂജയ്ക്ക് 2 പേരോടും ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞോളൂ. അവർക്ക് വേണ്ടി മാത്രമാണ് അന്നത്തെ പൂജ. കുടുംബസമേതം വേണം പങ്കെടുക്കാൻ. ഞങ്ങളെല്ലാവരും നിശ്ചയമായിട്ടും എത്തും. വേണ്ട 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 തന്നെ അത് ശരി. പോയി. ഞാൻ നോക്കട്ടെ ഇതിനകത്ത് എന്തുവാന്ന്. What is this? വാട്ടേ കയ്പ്.
എന്തൊരു കയ്പാ ഇതിന്? ശ്ശെ. സത്യം പറഞ്ഞാരെ, നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഉള്ള ഉപ്പ് മുഴുവൻ നീ എന്തിനാ നേരത്തെ കമഴ്ത്തിയത്? അമ്മേ, അവക്ക് അറിയാതെ പറ്റിയതായിരിക്കും. മനഃപൂർവ്വം ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ? താരേച്ചിക്കൊരു അബദ്ധം പറ്റിയതാ. അതങ്ങ് മാറ്റിയ പ്രശ്നം തീരുമല്ലോ. വേണ്ട, എനിക്കറിയാം നീയൊക്കെ കൂടി ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ജ്യോതിമോളെ ദ്രോഹിക്കാൻ അല്ലേ? അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഇവരത് എന്നെ കൊണ്ട് മുഴുവനും തീറ്റിച്ചാണ്. ഇതിന്റെ രുചി എന്താണെന്ന് നീ കൂടി അറിയണം. ഇരിക്കണേ. ഞാനാ ഇരിക്കാൻ. മായച്ചി ഇരിക്കാൻ. കഴിക്കണേ. ഇത് കഴിക്കാൻ. കഴിക്കണല്ലേ പറഞ്ഞത്? അമ്മ ഇത് ഭയങ്കര ഉപ്പാ അമ്മ ഇത് കഴിക്കാൻ പറ്റില്ല അമ്മ. ആഹാ, അപ്പൊ നിനക്കറിയാം ഈ അഹങ്കാരം കാണിച്ചതിന് ഇത് മുഴുവൻ നീ തന്നെ തിന്ന് തീർക്കണം. കഴിക്കണേ. കഴിക്കാൻ. ഇങ്ങനെ ശരിയാക്കും. കഴിക്കാൻ. മുഴുവൻ കഴിക്കാൻ. കഴിക്കാൻ. നിങ്ങൾ ഒന്നും ഓർക്കണം, അന്നവേ ഈശ്വരനാ. അത് വെച്ച് അഹങ്കാരം കാണിക്കരുത്. ഇവളെ അമ്മായിമ്മയായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇവളെ മരുമകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ മരുമകളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ ഞാൻ സഹിക്കില്ല. മൈൻഡ് ഇറ്റ്. അവള് തമാശ കാണിച്ചല്ലേ അമ്മേ? ആഹാ, എങ്കിലും തമാശ. നിങ്ങളും കൂടെ കഴിക്കും. കഴിക്ക. സാരമില്ല മോളെ, അമ്മയ്ക്കായി ഉണ്ടാക്കിയ നല്ല വെജിറ്റബിൾ കുറുമയുണ്ട്. അതും കൂട്ടി നമുക്ക് ചപ്പാത്തി കഴിക്കാം. മോളിരിക്കും, അമ്മ ഇപ്പൊ വരാം. ഹലോ, എന്തിനാ താരേച്ചി ഇപ്പൊ വിളിച്ചത്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? എടി, നിന്റെ വിഷമം എനിക്കറിയാം. ഇങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഓ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആൾക്കാരെ മുന്നിൽ നാണം കെട്ടത് ഞാനല്ലേ? എന്റെ ബന്ധുക്കളല്ലേ? എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടായ അപമാനം ഞാൻ എങ്ങനെ സഹിക്കും? അവൾ അധികകാലം ഈ വീട്ടിൽ വാഴുന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ തലക്കടിച്ച് ബോധം കെടുത്തിട്ടാ അവൾ ഈ ചതി ചെയ്തത്. വിടില്ല ഞാൻ അവളെ. അനുഭവിച്ച അപമാനത്തിന് പകരം ചോദിച്ചിട്ടല്ലാതെ അടങ്ങില്ല ഞാൻ. നാളെ അംബികാമഠത്തില് നാരി പൂജയില് പങ്കെടുക്കാൻ പോകുന്നുണ്ട് രണ്ടുപേരും. അംബികാമഠത്തിലോ? അതെ. ഓഹോ, അപ്പൊ അതുവരെ എത്തി കാര്യങ്ങൾ. DK അവളും തമ്മിൽ എങ്ങനെ? രണ്ടും കൂടി തല്ലുകൂടി എന്ന് രണ്ടു വഴിക്കാകും. വലിയ താമസം കാണില്ലെന്ന എന്റെ പ്രതീക്ഷ. DKക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ല. എന്നിട്ട് പൂജയ്ക്ക് പോകാൻ തീരുമാനിച്ചതോ? ആശ്രമത്തിൽ നിന്ന് വസുന്ധരാദേവി ആളെ പറഞ്ഞയച്ച് ക്ഷണിക്കുകയായിരുന്നു. രണ്ടുപേരും കൂടി ഒത്തുചെല്ലാൻ. നീ എന്താ ഒന്നും പറയാത്തത്? അല്ല, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ആശാലതേ, അമരാവതിയിലെ പണം കണ്ട് നീ അധികം സ്വപ്നം കാണണ്ട. അത് നല്ലതല്ല. ആ അമരാവതിയിൽ നിന്ന് സരോവരത്തിലേക്ക് പണം ഒഴുകുന്ന ഒരു പൈപ്പ് ലൈൻ ഇട്ടാലോ എന്നാ അമ്മയുടെ മനസ്സിലിരിപ്പ്. ചുമ്മാതാ അമ്മ. അവിടുത്തെ ആ 3 മരുമക്കളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയുടെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. അത് നടക്കുമോ ഇല്ലയോന്ന് ഞാൻ കാണിച്ചു തരാം. അന്നേരം അച്ഛനും മോളും കൂടിയേ ഇടങ്കോലിടാൻ വരാതിരുന്നാ മതി.
ബേട്ടാ തും നഹി ബോല. അല്ല, നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാനാ അമ്മ എന്നോടിപ്പോ ആവശ്യപ്പെടുന്നത്. നോ, യു ക്യാൻ ഡു. വസുന്ധര ദേവി നിന്നെയും ജ്യോതിയെയും ഈ നാരീപൂജയ്ക്ക് ക്ഷണിച്ചത് നിന്നെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ. അത് മറക്കരുത്. വസുന്ധരാദേവിയോടുള്ള ഇഷ്ടവും അനിഷ്ടവും ഒക്കെ വളരെ നല്ലത് തന്നെയാ. അവരോടുള്ള ബഹുമാനം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ എന്റെ വ്യക്തിജീവിതവുമായി ആശ്രമത്തിലെ ഒരു പൂജയെ കൂട്ടിക്കെട്ടണമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ഈ നാരീ പൂജയിൽ ആ ബേക്കറിക്കാരിയെയും കൂട്ടിപ്പോയി പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അമ്മ ആശ്രമത്തിൽ വിളിച്ച് പറഞ്ഞേക്ക്. എനിക്കത് പറയാൻ സാധിക്കില്ല ദേവ. സുപ്രിയ നീയും കൂടി ഒരിക്കലും ആ ചടങ്ങ് ആശ്രമത്തിൽ പോയി നടത്തിയിട്ടുണ്ടല്ലോ. അതിന് അമ്മ ഇപ്പൊ സുപ്രിയ ഇല്ലല്ലോ. അവളുടെ സ്ഥാനത്ത് മറ്റാരും ഇല്ലല്ലോ. ആര് പറഞ്ഞു മറ്റാരും ഇല്ലെന്ന്? കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ നിനക്ക് മാത്രമേ ഇരുട്ടാകൂ. മറ്റുള്ളവർക്ക് സത്യം പകൽ വെളിച്ചത്തിൽ നന്നായിട്ട് കാണാൻ പറ്റും. അവർക്ക് മുന്നിൽ സുപ്രിയയുടെ സ്ഥാനത്ത് ഇപ്പോ ജ്യോതിയുണ്ട്. നോ, സുപ്രിയയുടെ സ്ഥാനത്തല്ല ആ ബേക്കറിക്കാരി. അവളെ ഒരിക്കലും ഞാൻ ആ സ്ഥാനത്ത് കാണുകയോ എന്റെ ഭാര്യയായി പരിഗണിക്കുകയോ ചെയ്യില്ല. എന്തുകൊണ്ട്? നീ താലികെട്ടിയ ഭാര്യയാണ് ജ്യോതി. കള്ളത്തരം കാണിച്ച് എന്റെ ഭാര്യ ആയോളാ ആ ബേക്കറിക്കാരി. അവൾക്ക് വേണ്ടി നാരീ പൂജ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. സുപ്രിയയും ആ ബേക്കറിക്കാരിയും തമ്മിൽ താരതമ്യപ്പെടുത്തി ദയവ് ചെയ്ത് അമ്മ ഇനി എന്നോട് സംസാരിക്കരുത്. താരതമ്യം ചെയ്യല്ല കണ്ണ. പക്ഷെ നിന്റെ ഭാര്യ എന്ന അവകാശവും അധികാരവും ജ്യോതിക്കുണ്ട്. അത് നീ എത്ര നിഷേധിച്ചാലും അതില്ലാതാവുന്നില്ല കണ്ണ. ദൈവത്തിന്റെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും അവളാണ് നിന്റെ ഭാര്യ. പണമോ സ്വത്തോ പദവിയോ എന്തു വേണമെങ്കിലും അവൾ എടുത്തോട്ടെ. പക്ഷേ എന്റെ സുപ്രിയയുടെ സ്ഥാനം മാത്രം ഞാൻ അവൾക്ക് കൊടുക്കില്ല. എത്ര നാൾ നിനക്ക് അവളെ ഒഴിവാക്കി നിർത്താൻ പറ്റും? സുപ്രിയയുടെ സ്ഥാനം അവൾക്ക് കൊടുത്തില്ല എന്ന് നിനക്ക് എന്നോട് പറയാം, മരുമക്കളോട് പറയാം. പക്ഷേ ദൈവത്തോടും നാട്ടുകാരോടും പറ്റില്ല. ഇതിൽ നിയമത്തിനോ നാട്ടുകാർക്കോ ആർക്കും ഒരു ബന്ധവുമില്ല. നിയമപരമായി അവൾ എന്റെ ഭാര്യ ആയിരിക്കാം. പക്ഷേ ഈ നാരീ പൂജയ്ക്ക് അവളെയും കൊണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. അമ്മ, ഈ പൂജ എനിക്ക് ആവശ്യമില്ല. മോനെ, ആശ്രമത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ആരും ഇതുവരെ അവഗണിച്ചിട്ടില്ല. നിന്റെ കാര്യത്തിൽ വസുന്ധരാദേവിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ആയിക്കോട്ടെ. പക്ഷെ അമ്മ ഒരു കാര്യം മറന്നു. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചൊരു പൂജ ചെയ്യുന്നത് ഒരേ മനസ്സോടെ ആയിരിക്കണം. ഒരേ മനസ്സോടെ ഞങ്ങൾക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പും പോലെ നോക്കി നിൽക്കുന്ന രണ്ടുപേർ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ പൂജ ചെയ്യാൻ കഴിയില്ല. അഥവാ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പൂജ നടത്തിയാൽ ഒരു ഫലസിദ്ധി ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പരസ്പരം ഒരുപോലെ ചിന്തിക്കുന്ന മനസ്സുള്ളവർ മാത്രമല്ല നാരീപൂജ ചെയ്യുന്നത്. അവളുടെ ജീവൻ എടുക്കാൻ ഇത് മതി. എന്റെ ജീവിതം തകർത്തവളാ ജ്യോതി. അവൾ മരിക്കണം. ഇപ്പോ ഉള്ള സാമ്പിണി അമ്മയ്ക്ക് മുമ്പുണ്ടായിരുന്ന അമ്മയുടെ പേര് ത്രിദംബരാ ദേവി എന്നായിരുന്നു. എന്താ ഇത്? അതിഥികൾക്ക് കൊടുക്കാൻ മാതാജി തന്നേച്ച പ്രസാദവാ.
ശരി, കൊണ്ടു കൊടുക്ക. ഇത് ജ്യോതിക്കുള്ള പ്രസാദവാ, മാതാജി തന്നയിച്ചതാ. വാങ്ങിക്കോ മോളെ. ഇന്നത്തോടെ കുട്ടിയുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും, നല്ലത് സംഭവിക്കും. വാങ്ങിക്കോ. ഈ പ്രസാദം ഇവള് കഴിച്ച അതോടെ ഇവളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഡികെയും ഇവളെയും തമ്മിൽ ഇണക്കാൻ മാതാജി പൂജിച്ച പ്രസാദമായിരിക്കും ഇത്. ഇവളിത് കഴിക്കാൻ പാടില്ല. ചെയ്ത തെറ്റ് സ്വയം സമ്മതിച്ച് ഇവൾ അമരാവതിയിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഈ പ്രസാദം ഈ ബേക്കറിക്കാരി കഴിക്കാൻ പാടില്ല. മടിക്കാതെ കഴിച്ചോളൂ. ഈ താരേച്ചത് എന്ത് പണിയാ കാണിച്ചത്? ഇതോടെ ഇവളെ തീർന്നു കിട്ടിയതിന് എല്ലാം പാഴായി. പ്രസാദം കൊടുത്തപ്പോ തന്നെ അപശകുനം. ഇനി പൂജ നടക്കുന്നതുവരെ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഒരാളെ കൈ തട്ടി പ്രസാദം താഴെ പോയെന്ന് വെച്ച് ഒരപശകനവും ഇല്ല. ഈ പൂജ നടക്കുന്നതേ വസുന്ധരാദേവിയുടെ ആഗ്രഹപ്രകാരമാ. അതിൽ അശുഭമായിട്ട് ഒന്നുമില്ല. ഈശ്വര, സിതാര ഇവളെങ്ങനെ ഇവിടെ? അതോ ഈ വേഷത്തില്? പോട്ടെ മോളെ. താരേച്ചി എവിടെ പോകുന്നു? അത് പിന്നെ ചിത്ര, ഒരു മിനിറ്റ്, ഞാൻ ദേ വരുന്നു. എന്റെ കയ്യില് പണമില്ല. വല്ല 100-100 ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 100-100 ആർക്ക് വേണം? ഭിക്ഷക്കാർക്ക് പോലും വേണ്ട. അതെ, ഇവിടെ ദക്ഷിണ നല്ല കാര്യമായിട്ട് തന്നെ കൊടുക്കണം. എത്ര കാശാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നമ്മൾ കൊടുക്കണമല്ലോ. വേണം. അയ്യോ, എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ലേ. നിവൃത്തിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ദക്ഷിണയ്ക്കുള്ള പണം. അയ്യോ, ഇത് നീ കൊടുത്താ ഇതിന്റെ പുണ്യം നിനക്ക് കിട്ടും. അതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. എന്നാ പിന്നെ നീ തന്നെ അങ്ങ് കൊടുത്താ മതി. അയ്യോ, അത് പറ്റില്ല. ഇത് നീ തന്നെ കൊടുക്കണം. ഞങ്ങള് കൊടുത്താ അവരത് വാങ്ങിക്കില്ല. നീയല്ലേ അമരാവതിയിലെ മരുമകൾ. പിടിക്ക. ദക്ഷിണ എന്നൊക്കെ പറയുമ്പോ ഒരു ചെറിയ തുകയല്ലേ വേണ്ടത്? പക്ഷെ ഇത്രയും പണം ദക്ഷിണ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാ ഞാനെന്ത് പറയാനാ? ഒരു പ്രായച്ചിത്തമാണെന്ന് പറഞ്ഞാ മതി. പ്രായച്ചിത്തം? എന്ത് പ്രായച്ചിത്തം?
DKയോടും കുടുംബത്തോടും ഇതുവരെ നീ ചെയ്ത എല്ലാ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം. വസുന്ധരാദേവിയുടെ മുൻപിൽ ഈ പണം ദക്ഷിണ കൊടുത്ത് നീ ആ തെറ്റുകൾ സമ്മതിക്കണം. മനസ്സിലായില്ല. ഓരോ കുറ്റവും സ്വയം ഏറ്റെടുത്തതിന് ശേഷം ഈ ക്യാഷ് ദക്ഷിണയായിട്ട് കൊടുക്കണം. എന്നെ കൊണ്ട് ദക്ഷിണ കൊടുപ്പിക്കാൻ നിങ്ങൾ 3 പേരും കൂടി ചേർന്ന് വന്നപ്പോഴേ എനിക്കൊരു ചതി മണത്തതാ. പക്ഷേ ഇതൊരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ട് നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. കൊറോണ ബാധിതരായ ഒരുപാട് ആളുകൾക്ക് ഈ ആശ്രമത്തിൽ നിന്നും സഹായം ചെയ്യുന്നെന്ന് കേട്ടു. നിർധനരായ യുവതികളെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന കാര്യവും കേട്ടു. ഈ പണം അതിനൊക്കെ ഒരു സഹായമാവുമെങ്കിൽ ഞാനിത് കൊടുക്കാം. നിങ്ങൾ മനസ്സ് വിചാരിച്ചതുപോലെ എന്റെ തെറ്റുകൾ ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. ഈ പണം കൊടുത്തിട്ട് സ്വയം തെറ്റുകൾ സമ്മതിച്ചാൽ ആ നിമിഷം ഇവൾ അമരാവതിയിൽ നിന്ന് പുറത്താവും. DKയുടെ ജീവിതത്തിൽ പിന്നെ ഈ ബേക്കറിക്കാരി ഉണ്ടാവില്ല. ഇതൊരു ചതിയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാനിത് സ്വീകരിക്കുന്നത്. എന്നെ ഇവിടെ പൂജയ്ക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് മാതാജിയ. വസുന്ധര ദേവി തന്നെ എന്നെ രക്ഷിക്കും. ഹേമാംബരെ, മാതാജി, നാരീപൂജയുടെ ചടങ്ങുകൾ തുടങ്ങാൻ നേരമായില്ലേ? ആയി. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഈ പൂജയുടെ മാഹാത്മ്യം വെറും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. സ്ത്രീയാണ് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയും സൗന്ദര്യവും. സ്ത്രീയെ പൂജിക്കാത്ത ഇടങ്ങൾ അപൂർണമാണെന്ന് വേദങ്ങളിൽ പോലും പറയുന്നു. ലോകം നമുക്ക് മാതാവാണ്, പ്രപഞ്ചം അമ്മയും. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ നാരീപൂജ നടക്കുന്നത്. ദേവനും ജ്യോതിക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രത്യേക പൂജ. എന്റെ കൃഷ്ണ, ഇനി എഴുന്നേറ്റുള്ളൂ. മാതാജിയുടെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കൂ. ദീർഘ സുമംഗലീ ഭവ, ദീർഘ ആയുഷ്മാൻ ഭവ. ഈ ബന്ധത്തിനെ ഇല്ലാതാക്കാൻ ഇനി ആര് നോക്കിയാലും നടക്കില്ല. ഇത് ദേവിയുടെ തീരുമാനമാണ്. മറ്റാർക്കും ഇതിലൊന്നും ചെയ്യാനാവില്ല. മോളെ, നിന്റെ ആത്മവിശ്വാസമാണ് നിന്റെ സുരക്ഷ. ഹേമാംബരെ. മാതാജി, സൂര്യൻ അസ്തമിക്കാൻ അധിക നേരമില്ല. ത്രിസന്ധ്യ സമയമാകുമ്പോൾ ജ്യോതിയുടെ കയ്യിൽ ഈ ദീപം എടുത്തുകൊടുത്ത് അപ്പുറത്തെ സരസ്വതി മണ്ഡപത്തിൽ വയ്പ്പിക്കണം. ശരി മാതാജി.
അത് കഴിഞ്ഞു വന്നാൽ ദേവീസ്തുതിയും പ്രാർത്ഥനയും ഉണ്ട്. എന്നിട്ട് മടങ്ങാം. ഓ മൈ ലിറ്റിൽ കണ്ണ, എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരണേ. എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വസുന്ധര ദേവിക്ക് ഒറ്റ നോട്ടം കൊണ്ട് ഞാൻ എന്താണെന്ന് മനസ്സിലായി. 24 മണിക്കൂറും കൂടെയുള്ള ഹിറ്റ്ലറിന് എന്നെ ഒരു തരിമ്പ് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. ശോ, എന്തൊരു കാറ്റായത്! എന്തൊരു കാറ്റായത്! മോനെ, ഞാൻ മാതാജി ഒന്ന് കണ്ടിട്ട് വരാമേ. ആ, അവളെ ഇതുവരെ കണ്ടില്ലല്ലോ. ഈശ്വര, സിത്താരയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. എന്നെ ചതിച്ച് എന്റെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി വന്നവളാ നീ. ഇപ്പൊ നിന്നെ ഞാൻ കൊല്ലും. നീ മരിച്ച നിന്റെ സ്ഥാനത്തേക്ക് ഞാൻ വീണ്ടും വരും. ഡിക്കയുടെ ഭാര്യയായിട്ട്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നാളെ എന്റെ കഴുത്തിലേക്ക് തിരിച്ചു വരും.